ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ് നമ്മുടെ മുന്നിൽ. മെയ് മാസത്തിൽ നടക്കാൻ പോകുന്നു പ്രാഥമിക യോഗ്യതാ പരീക്ഷ. പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിനെ അടിസ്ഥാനമാക്കി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തയ്യാറാകണ്ടേ നമുക്ക് അഭിമാനമായ ഈ ഒരു പദവിയിലേക്ക് എത്താൻ കഴിയണ്ടേ? ഭരണസാരഥ്യത്തിന്റെ സിവിൽ സർവീസിന്റെ തലപ്പത്തെത്താൻ നിങ്ങൾ ഒരുക്കമാണോ? എന്തുകൊണ്ടാണ് സിവിൽ സർവീസിന്റെ തലപ്പത്ത് എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പ്രൊമോഷനിലൂടെ നമുക്കറിയാം നമ്മുടെ സിവിൽ സർവീസിന്റെ തലപ്പത്ത് വരെ എത്താൻ അണ്ടർ സെക്രട്ടറിയും സ്പെഷ്യൽ സെക്രട്ടറി വരെയൊക്കെ ആകാനുള്ള അവസരമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നറിയപ്പെടുന്നത് അവിടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പദവി അല്ല എന്ന ബോധ്യം നിങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് ആവശ്യം. തീക്ഷ്ണമായ പോരാട്ടത്തിന് നിങ്ങളോടൊപ്പം കോമ്പറ്റീറ്റീവ് ക്രാക്കറും ഉണ്ടായിരിക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സിലബസ്, സെക്രട്ടേറിയറ്റിന്റെ വിശാലമായ സിലബസിന്റെ 5 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട 5 മാർക്കാണ്. ഈ 5 മാർക്കിന് എന്തെല്ലാമാണ് പ്രതിപാദിക്കുന്നത് നോക്കാം. സിലബസിൽ ആദ്യം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ഭാഗം, ഭരണഘടനാ നിർമ്മാണ സമിതി. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ വർഷങ്ങളായിട്ട് പഠിക്കുന്ന, പുതുതായി വരുന്ന ആളുകൾ ഉൾപ്പെടെ അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. അടുത്തതോ പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. നമ്മുടെ എല്ലാം വീടുകളിൽ ഇപ്പോ നിയമസാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പ്രിയാമ്പിൾ സ്ഥാപിച്ച് കാണും, ആമുഖം. പിന്നെയോ 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. കേൾക്കാത്തതായി ആരും തന്നെ ഉണ്ടാകില്ല. പിന്നെയോ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെട്ട ഭാഗം അല്ലേ? മദ്യനിരോധനം പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിക്കാം. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉൾക്കൊള്ളുന്ന ഭാഗം, സോഷ്യലിസ്റ്റ് ലിബറൽ പ്രിൻസിപ്പിൾസ് ഉൾക്കൊള്ളുന്ന ഭാഗം, എല്ലാം DPSP. അതുപോലെ അടുത്ത ഭാഗമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, റഷ്യയിൽ നിന്ന് നാം കടമെടുത്ത ആശയം. മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങളാണ്. അടുത്തതോ സിറ്റിസൺഷിപ്പ്, പൗരത്വം അല്ലേ? നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമമെല്ലാം നിലവിൽ വന്നത്, നിലവിൽ വന്നതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് അന്ന് പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? അപ്പോൾ സിറ്റിസൺഷിപ്പ്, പൗരത്വം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, ഭരണഘടനാ ഭേദഗതി. ഒരു 100 തവണയെങ്കിലും ചോദിച്ച ചോദ്യമാണ്. വോട്ടവകാശം 21 നിന്ന് 18 മാറ്റിയ ഭേദഗതി ഏത്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏത്? അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിലേക്ക് വനം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? ആമുഖത്തെ അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ പരിഷ്കരിച്ച ഒരേ ഒരു ഭേദഗതി ഏതാണ്? എന്നിങ്ങനെ എത്ര ചോദ്യങ്ങളാണ് അമെൻമെന്റ്സ് നമ്മുടെ സിലബസിൽ. അടുത്തതോ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദിയർ ഫങ്ഷൻസ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ കർത്തവ്യങ്ങളും, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ കർത്തവ്യങ്ങളും. അതുപോലെ എമർജൻസി, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, 3 ലിസ്റ്റുകൾ. ഇത്രയേ ഉള്ളൂ സിലബസിൽ. ഭരണഘടന വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് 5 മാർക്ക് അടിക്കാനായിട്ട്. നമ്മൾ ഇന്ന് എന്താണ് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അടുത്ത സമയം, പ്രീവിയസ് ഇയർ എന്ന് പോലും പറയാൻ പറ്റില്ല, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം ഒരുക്കമാണോ? പെട്ടെന്ന് ഉത്തരം പറയാൻ തയ്യാറാകുമല്ലോ? കണ്ടോളൂ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ്. 1919 മൊണ്ടേഗു ചെംസോഡ് നിയമത്തെ സംബന്ധിച്ച് 1. പ്രവിശ്യകളിൽ ഡയാർക്കിയായി നൽകിയിരിക്കുന്നു, പ്രവിശ്യകളിൽ ഡയാർക്കിയായി നൽകിയിരിക്കുന്നു. 2. ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. 3. പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 2 മാത്രം, ഓപ്ഷൻ സി 1, 3 മാത്രം, ഓപ്ഷൻ ഡി 2, 3 മാത്രം. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയെ വളരെ ആഴത്തിൽ സ്വാധീനിച്ച നിയമങ്ങൾ എന്ന ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച നിയമങ്ങളിൽ ഒരെണ്ണമാണ് മൊണ്ടേഗു ചെംസോഡ് റിഫോം എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്
1919, വിച്ച് വാസ് പോപ്പുലർലി നോൺ ആസ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഈ നിയമത്തിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് കേട്ടോ. ഒന്ന് കണ്ടോ, പ്രവിശ്യകളിൽ ഡയാർക്കിയായി നൽകിയിരിക്കുന്നു. നമ്മുടെ PSCയുടെ ചോദ്യത്തിന്റെ ഇപ്പോഴും നിലനിൽക്കുന്ന വലിയ പ്രശ്നം ഇപ്പൊ നിങ്ങൾ മനസ്സിലായി കാണും. എന്താണ്? ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ നമുക്കെന്താ വ്യാകരണപരമായി ശരിയല്ലാത്തതോ അല്ലെങ്കിൽ പൊരുത്തപ്പെടാത്തതോ ആയ മലയാളം പലപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് ഈ മലയാളം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ ഇതിങ്ങനെയല്ല ചോദ്യം വരേണ്ടത്. പ്രവിശ്യകളിൽ ഡയാർക്കിയായി നൽകിയിരിക്കുന്നു. എന്ത് നൽകിയിരിക്കുന്നു? വരേണ്ടത് പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി എന്നാണ് വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഡയാർക്കി, അതും മംഗ്ലീഷിൽ ഡയാർക്കി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഡയാർക്കി എന്ന വാക്കിന്റെ അർത്ഥം ദ്വിഭരണം എന്നാണ്. എന്താ പറയുക? ദ്വിഭരണം. DIARCH, ഡയാർക്കി, ദ്വിഭരണം. അപ്പൊ പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രവിശ്യകൾ ഡയാർക്കിയായി നൽകിയിരിക്കുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദ്വിഭരണം കൊണ്ടുവന്നു. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കണ്ടെത്തി. 2, ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. ദേശീയ തലത്തിൽ എന്ന് പറയുന്ന പ്രസ്താവനയും ഇവിടുത്തെ മലയാളം ട്രാൻസ്ലേഷന്റെ പ്രശ്നമാണ്. കേന്ദ്ര തലത്തിൽ എന്നാണ് വരേണ്ടത്. കേന്ദ്ര തലത്തിൽ കേട്ടോ. കാരണം അന്ന് ദേശീയ ഒന്നും ഇല്ലല്ലോ, അന്ന് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടമല്ലേ, അല്ലേടോ. അപ്പൊ കേന്ദ്ര ദ്വിസഭകൾ അവതരിപ്പിച്ചു. കേന്ദ്ര ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു എന്നാണ്. ദ്വിസഭകൾ അവതരിപ്പിച്ചു. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ദ്വിസഭയല്ല, ദ്വിമണ്ഡല ഭരണ സംവിധാനം, ബൈക്യാമറൽ സിസ്റ്റം എന്നാണ്. ബൈക്യാമറൽ സിസ്റ്റം എന്നതാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ പ്രവിശ്യകളിൽ ദ്വിമണ്ഡല ഭരണ സംവിധാനം, ദ്വിസഭ എന്നല്ല, ദ്വിമണ്ഡല ഭരണ സംവിധാനം, ബൈക്യാമറൽ സിസ്റ്റം. ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്ത്യയിലുണ്ട് ഈ സംവിധാനം. നമ്മുടെ ലോകസഭ, രാജ്യസഭ, പാർലമെന്റ് 2 ഘടകങ്ങളില്ലേ, 2 മണ്ഡലങ്ങൾ, തലങ്ങളുള്ള വ്യവസ്ഥ. ഇതിനെയാണ് ദ്വിമണ്ഡല ഭരണ സംവിധാനം. ഇംഗ്ലീഷ് ടേം ബൈക്യാമറൽ സിസ്റ്റം. ബൈക്യാമറൽ സിസ്റ്റം എന്നാണ് പറയുക. ദ്വിമണ്ഡല ഭരണ സംവിധാനം. അപ്പൊ ദ്വിമണ്ഡല ഭരണ സംവിധാനം കൊണ്ടുവന്നതും നമ്മൾ ഈ പറയപ്പെട്ട ഗവൺമെന്റ്. 2 ശരി ഉണ്ടോ? ഇനിയോ, പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായി. പ്രൊവിൻഷ്യൽ PSC, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി എന്ന പ്രസ്താവന ഇവിടെ പൊരുത്തപ്പെടുന്നതല്ല. കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഫെഡറൽ PSC, പ്രൊവിൻഷ്യൽ PSC, ജോയിന്റ് PSC എന്നിവ നിലവിൽ വരാൻ കാരണമായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ഇവിടെ 1ഉം 2ഉം മാത്രം ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി. ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്ന ഒരു ഭാഗത്തു നിന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം പ്രഖ്യാപിക്കാൻ കാരണമായത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ലോർഡ് മൊണ്ടേഗു നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ്. ഈ പ്രഖ്യാപനത്തെ വിളിക്കുന്ന പേര് ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്നാണ്. എന്താ പറഞ്ഞ്? ഓഗസ്റ്റ് ഡിക്ലറേഷൻ. അപ്പൊ ഓഗസ്റ്റ് ഡിക്ലറേഷനെ തുടർന്നാണ് 1917 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനത്തെ വിളിക്കുന്ന പേരാണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ മൊണ്ടേഗു ഡിക്ലറേഷൻ. നടത്തിയത് ആരാണ്? ലോർഡ് മൊണ്ടേഗു. മൊണ്ടേഗു പ്രഭു തന്നെയാണ് നടത്തിയെന്ന് ഓർക്കുക. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ, ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രാജകീയ അനുമതി ലഭിച്ചത് എന്നാണ് ചോദിച്ചാൽ 919 ഡിസംബർ 23. 919 ഡിസംബർ 23 രാജകീയ അനുമതി ഈ നിയമത്തിന് ലഭിച്ചത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം എന്നറിയപ്പെട്ട നിയമമാണ് ഏത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് ചെംസ്ഫോർഡ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ലോർഡ് എഡ്വിൻ മൊണ്ടേഗു. ലോർഡ് എഡ്വിൻ മൊണ്ടേഗു ആണെന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ആ നിയമത്തിന്റെ മറ്റ് പ്രത്യേകതകളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് താഴെ കൊടുക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ
ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല. ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല. നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷന്റെ പ്രശ്നം ഇവിടെ ഉണ്ട്. 2, ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്ന് വേർപെടാം. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്ന് വേർപെടുത്താമെന്നാണ്. അപ്പോ ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ ശരി. ഓപ്ഷൻ എ, 1 മാത്രം. ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല എന്നതാണ്. അപ്പൊ അത് എന്താണത് വരുന്നത്, എന്താണ് ആർട്ടിക്കിൾ 1 പ്രതിപാദിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം. ഇന്ത്യയുടെ എന്താ പറയുക, ഇന്ത്യൻ യൂണിയൻ, അതായത് ടെറിട്ടറീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 1. ഇന്ത്യ ഓർ ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇങ്ങനെ പറയാം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഭാരതം കൂടിയാണ്, അതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 1. ദ ഫ്രേസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈസ് പ്രിഫേർഡ് ഓവർ ദി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഉണ്ടോ, സംസ്ഥാനങ്ങളുടെ ഫെഡറേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് മലയാളീകരിച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ദ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതല്ല ഇന്ത്യൻ ഫെഡറേഷൻ എന്നാണ് മലയാളം വരേണ്ടിയിരുന്നത്. പക്ഷെ വന്ന മലയാളം കണ്ടോ, എന്താണ്? ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല. ഉദ്യോഗാർത്ഥികൾ മലയാളം വായിച്ചാൽ തല കറങ്ങും. പിന്നെ നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു കാര്യമുണ്ട്, ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് ഭാഗം കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. കണ്ടോ, അപ്പോൾ ദി ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും കരാറിന്റെയോ ധാരണയുടെയോ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷൻ അല്ല ഏത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ എന്താ അർത്ഥം പറഞ്ഞത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് വാക്കിന്റെ അർത്ഥം ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അർത്ഥം. എന്താ പറഞ്ഞത്? ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. രണ്ടാമതായി ഇവിടെ പറയുന്നു, ദി സ്റ്റേറ്റ്സ് ഹാവ് നോ റൈറ്റ് ടു സിസീഡ് ഫ്രം ദി ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ ഫെഡറേഷനിൽ നിന്ന് സ്വയം വേർപെട്ടു പോകാനുള്ള എന്തില്ല, അവകാശമില്ല, അധികാരമില്ല. ഉണ്ടോ, അതിവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്ന് വേർപെടുത്താം. തെറ്റല്ലേ ഇത്? അതുകൊണ്ടാണ് നമ്മൾ 1 മാത്രം ഇവിടെ ശരിയാണെന്ന് പറയാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം പ്രതിപാദിക്കുന്നു. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ്. അപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് പ്രിഫേർഡ് ഓവർ ദി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അല്ലെ? സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഫെഡറേഷൻ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ ഫെഡറേഷൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ബിക്കോസ് ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ഒരിക്കലും സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതല്ല എന്ത് ഫെഡറേഷൻ. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യ ഫെഡറൽ സംവിധാനം കടമെടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. എന്നാൽ ദി ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, ശക്തമായ കേന്ദ്രത്തോടു കൂടിയുള്ള ഫെഡറേഷൻ, ദി ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ചോദിച്ചാൽ കനേഡിയൻ ഭരണഘടന, കാനഡ. അപ്പൊ നമുക്ക് ശക്തമായൊരു കേന്ദ്രവും അതിൻ്റെ താഴെ കുറെ സംസ്ഥാനങ്ങളുടെ ഫെഡറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അർത്ഥമാക്കുക. അല്ലാതെ സംസ്ഥാനങ്ങളുടെ ഏതെങ്കിലും എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ, കരാറിന്റെ അടിസ്ഥാനത്തിൽ, ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷൻ അല്ലെന്നാണ് ഇവിടെ പ്രവൃത്തി. അതുപോലെ ദി സ്റ്റേറ്റ് ഹാവ് നോ റൈറ്റ് ടു സീസ് ഇറ്റ് ഫ്രം ദി ഫെഡറേഷൻ. സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യാനുള്ള അവകാശമില്ല, ഫെഡറേഷനിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാനുള്ള അവകാശമില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. യെസ്, അപ്പോൾ ഭരണഘടനയുടെ പാർട്ട് 1 യൂണിയനും ഭൂപ്രദേശങ്ങളും എന്ന ഭാഗത്താണ് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യ ഒരു എന്താണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുന്നു, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1 ഏത് ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെബി ബുൾ ചിത്രമാണ്. ഈ ചിത്രമാണ് പാർട്ട് 1 ആലേഖനം ചെയ്തിരിക്കുന്നു, അല്ലെ? നമുക്കറിയാം എന്താണ് പൈനീറിംഗ് ഹാരപ്പൻ അല്ലെങ്കിൽ സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള
ആദ്യകാല പൂർവികരുടെ വ്യക്തതയില്ലാത്ത ലിപിയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സെബിബുൾ അല്ലെ, ഒരു ചെറിയ മുദ്രയും അതിന്റെ ലിഖിതവുമാണ് പാർട്ട് 1 അലങ്കരിക്കുന്നത്. പാർട്ട് 1 ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പിയിലെ പാർട്ട് 1 ഈ സെബിബുള്ളിനെ, ഹാരപ്പൻ സംസ്കാരത്തെ എല്ലാം പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. ആർട്ടിക്കിൾ 1 പറയുന്നു, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറി ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ദാറ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് സ്പെസിഫൈഡ് ഇൻ ദി ഫസ്റ്റ് ഷെഡ്യൂൾ ആൻഡ് അതർ അക്വേർഡ് ടെറിട്ടറീസ് എന്നാണ് പറയുക. ദ അക്വേർഡ് ടെറിട്ടറീസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ സ്റ്റേറ്റ്സ് ആസ് പെർ ആർട്ടിക്കിൾ 2 എന്നാണ് പറയുക. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതിന്റെ എന്തായിരുന്നു ചോദ്യം? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്താണ് ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. ഒന്ന്, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നു. 2, 86 മൗലിക ഭരണഘടന ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ഇതിൽ ഏതൊക്കെയാ ശരി, ഏതൊക്കെയാ തെറ്റ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാ ശരി, ഏതൊക്കെയാ തെറ്റ്? 1 ശരിയല്ലേ? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് പാർട്ട് 4A ആണ്. അതുപോലെ ആർട്ടിക്കിൾ 51A ശരിയാണ് അല്ലേ? അതുപോലെ തന്നെയാണ് 86 ഭേദഗതി, നമുക്കറിയാം വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതിയാണ്. ഒപ്പം തന്നെ ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അല്ലെങ്കിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ്, രക്ഷിതാവിന്റെയും കടമയാണെന്ന് പറയുന്നു. അപ്പൊ 2 ശരി. 3, 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ശരിയോ തെറ്റോ? ശരിയാണ്. 10 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരെണ്ണം അവസാനം K എന്ന ഭാഗത്ത് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ 3 പ്രസ്താവനയും ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ് എന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലായല്ലോ? ഈ ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്കറിയാം ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒന്നാണ് മൗലിക കടമകൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പ്രതിപാദിക്കാത്ത ഒന്നാണ് ഏത്? മൗലിക കടമകൾ അഥവാ കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പ്രതിപാദിക്കാത്ത ഒന്നാണ് മൗലിക കടമകൾ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. 1975 ആദ്യത്തെ അടിയന്തരാവസ്ഥ കാലത്താണ് പൗരന്മാർക്കുള്ള മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാകുന്നത്. നമുക്കറിയാം മൗലിക കർത്തവ്യങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതിയിലൂടെയാണ് അല്ലേ? നമുക്കറിയാം 42nd Amendment Act, which was popularly known as mini constitution, because it was the only amendment which touched all the sensitive areas of the constitution. That's why this Amendment Act also referred as mini constitution. ഭരണഘടനയുടെ മർമ്മപ്രധാനമായ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന സർവതല സ്പർശിയായ ഒരു ഭേദഗതിയാണ് 42ാമത്തെ ഭേദഗതി. അതുകൊണ്ടാണ് ഇതിനെ മിനി ഭരണഘടന എന്ന് വിളിക്കാൻ കാരണം. ഇവിടെയും 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏതിലൂടെയാണ്? 76ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതിന് കാരണമായ കമ്മിറ്റി 42ാം ഭേദഗതിയിലെ ഏത് പ്രൊവിഷൻ, ഏത് റെക്കമെൻഡേഷൻ ചോദിച്ചാലും ഒരു കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. എന്ത് കമ്മിറ്റിയാണോ? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റി നിർദ്ദേശപ്രകാരം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർദാർ സ്വരൺ സിംഗ് അധ്യക്ഷതയായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. അപ്പോ സ്വരൺ സിംഗ് കമ്മിറ്റി 8 മൗലിക കർത്തവ്യങ്ങളാണ് നിർദ്ദേശിച്ചതെങ്കിലും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്രാമത്തെ 10 മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. അപ്പോ ചോദിക്കാം, സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ് 8 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 42ാം ഭേദഗതി എത്ര എണ്ണം? 10 മൗലിക കടമകൾ എന്ത് ചെയ്തു? കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തുന്ന കാര്യം ഓർപ്പെടുത്തുക. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 976 ആദ്യമായി ഉൾപ്പെടുത്തിയത്. 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്.
മൗലിക കടമകൾ എന്നാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നതെന്ന്. 1977 ജനുവരി 3-ന് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യയിൽ എന്ത് വന്നു? നിലവിൽ വന്നു, പ്രാബല്യത്തിൽ വന്നു. ഓർക്കുക, 42-ാം ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു അല്ലെ. എവിടെയാണ് കൂട്ടിച്ചേർത്തത്? പാർട്ട് 4A എന്ന ഭാഗത്ത് ആർട്ടിക്കിൾ 51A സ്മോൾ എ മുതൽ ജെ വരെ ഉണ്ടോ, ABCDEFIJ ഇങ്ങനെ ജെ വരെയുള്ള 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 51A ഏത് മുതൽ ഏത് വരെ? എ മുതൽ ജെ വരെ കൂട്ടിച്ചേർത്തു. ഈ സമയത്ത് 42-ാം ഭേദഗതിയിലൂടെ ആദ്യമായി മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. പ്രസിഡന്റ് ആരായിരുന്നതോ? ഫക്രുദ്ദീൻ അലി അഹമ്മദാണെന്നും ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ഭേദഗതി നമ്മുടെ സിലബസിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. 86ാമത്തെ 86th അമെൻമെന്റ് ആക്ട്, 86ാം ഭേദഗതിയാണ്. 2002-ലെ 86ാം ഭേദഗതിയിലൂടെയാണ് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി അല്ലേ. ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ദി ചിൽഡ്രൻ ബിലോ 14 years, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മുന്നോട്ട് ആദ്യമായി വെച്ച ഭേദഗതി 2002-ലെ 86ാം ഭേദഗതി. അതേ 86ാം ഭേദഗതി പ്രകാരം ഒരു മൗലിക കടമ പുതുതായി കൂട്ടിച്ചേർത്തു. അങ്ങനെ മൗലിക കടമകളുടെ എണ്ണം 10-ൽ നിന്ന് എത്രയായി മാറി? 11 മൗലിക കടമകളായി മാറി. അപ്പൊ നിലവിൽ എത്ര എണ്ണം ഉണ്ടോ? ഭരണഘടനയിൽ മൗലിക കടമകളുടെ എണ്ണം എത്രയാണ് നിലവിൽ? 11 എണ്ണമാണെന്ന് ഓർത്തിരിക്കണം. 51A ക്ലോസ് എ മുതൽ കെ വരെ 11 മൗലിക കടമ. അപ്പൊ പുതുതായിട്ട് കൂട്ടിച്ചേർത്തത് എന്നറിയിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം. ഏതാണ് കൂട്ടിച്ചേർത്തത്? 51A ഏതാണ്? കെ എന്ന ആർട്ടിക്കിളാണ് കൂട്ടിച്ചേർത്തത്. കൂട്ടിച്ചേർത്ത ആശയം ഏതാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം സാഹചര്യം ഒരുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും മൗലിക കടമയാണ് എന്ന് പ്രതിപാദിച്ചിരുന്ന ഭാഗമാണ് 51A സ്മോൾ കെ എന്നറിയപ്പെട്ടു. ഇത് കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 86ാമത് ഭേദഗതിയിലൂടെയാണെന്ന കാര്യം ഓർക്കുക. മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A ആണെന്ന് ഓർക്കണം. ഭാഗം പാർട്ട് 4 A. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? അത് റഷ്യ അല്ലെങ്കിൽ USSRൽ നിന്നാണ് ഇന്ത്യ മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് എന്ന കാര്യം കൂടി നമ്മൾ അവിടെ ഓർത്തിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, ഏറ്റവും പുതിയ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്കുകളും ഷെയറുകളും കൊണ്ട് ക്ലാസ് സമ്പന്നമാക്കുക. ഇതാ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ വളരെ മനോഹരമായ വളരെ ഡൈനാമിക് ആയ ഒരു ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെ, നിങ്ങൾക്കും എത്താം സെക്രട്ടേറിയറ്റിലേക്ക് എന്നതാണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മോട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്തുകൊണ്ടോ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാം. തുച്ഛമായ ദിവസം മാത്രമാണ് പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രിലിമിനറി പ്ലസ് മെയിൻ ബാച്ച് ആണ് കോഴ്സ്. അതിന്റെ വാലിഡിറ്റി എക്സാം കഴിയുന്നത് എന്നാണോ മെയിൻ എക്സാം കഴിയുന്നത് അന്ന് വരെ വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും മറ്റൊരു ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.